ഹരി ഓം. ഖണ്ഡം 3. ഗിരിരാജഖണ്ഡം. അധ്യായം 9. ഗിരിരാജോൽപത്തി വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു, അല്ലയോ മഹർഷേ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വക്ഷസിൽ നിന്ന് ഗോവർദ്ധനം എങ്ങനെയാണ് ഉദ്ഭവിച്ചത് എന്ന് ദയവായി പറഞ്ഞു തന്നാലും. മനുഷ്യർക്കു ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ പ്രദാനം ചെയ്യുന്നതും ഭഗവാന്റെ ദിവ്യലീലകളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഗോലോകത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് നാരദ മഹർഷി ബഹുലാശ്വനോട് വിശദമായി വിവരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ആദിയും അന്തവുമില്ലാത്ത പരമപുരുഷനാണ്. കാലത്തിനും പ്രകൃതിക്കും ഗുണങ്ങൾക്കും അതീതനായ ഭഗവാനെ മായയ്ക്കോ ത്രിഗുണങ്ങൾക്കോ സ്പർശിക്കാനാവില്ല. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയ്ക്കും ഭഗവാന്റെ ദിവ്യസ്വരൂപത്തിൽ യാതൊരു സ്വാധീനവുമില്ല. ഗോലോകധാമത്തിൽ ഭഗവാൻ എല്ലാം തന്റെ സ്വന്തം ഇച്ഛയനുസരിച്ച് നിർവഹിക്കുന്നു. ആദ്യമായി ഭഗവാൻ ശ്വേതവർണ്ണത്തിലുള്ള ശേഷനാഗത്തെ സൃഷ്ടിച്ചു. ആ ശേഷനാഗന്റെ മടിയിൽ ഭക്തർക്ക് എപ്പോഴും വസിക്കാവുന്ന ഗോലോകധാമവും സൃഷ്ടിച്ചു. ഗോലോകധാമം പ്രാപിക്കുന്നവർക്ക് ഇനി പുനർജന്മം ഉണ്ടാകില്ല. അതിനുശേഷം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നിന്ന് 3 ധാരകളായി ഒഴുകുന്ന ഗംഗാനദി ഉദ്ഭവിച്ചു. പിന്നീട് ഭഗവാന്റെ ഇടതുചുമലിൽ നിന്ന് യമുനാനദിയും ഉദ്ഭവിച്ചു. ഭഗവാന്റെ കണങ്കാലുകളിൽ നിന്ന് ഹേമരത്നങ്ങളാൽ ശോഭിക്കുന്ന പവിത്രമായ രാസമണ്ഡലവും വിവിധ തരത്തിലുള്ള ആഭരണ സമൂഹങ്ങളും ഉദ്ഭവിച്ചു. ശ്രീകൃഷ്ണന്റെ ജംഘകളിൽ നിന്ന് മനോഹരമായ നികുഞ്ചങ്ങളും പ്രത്യക്ഷപ്പെട്ടു. അവിടെയെങ്ങും വസന്തകാലത്തിന്റെ സൗന്ദര്യം തുളുമ്പി. കുയിലുകൾ അവിടെ പറന്നു കൂജനം ചെയ്തിരുന്നു. മയിലുകളും വണ്ടുകളും സരോവരങ്ങളും ആ ദിവ്യസ്ഥലത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. ഭഗവാന്റെ 2 കാൽമുട്ടുകളിൽ നിന്ന് വൃന്ദാവനം ഉദ്ഭവിച്ചു. ശ്രീകൃഷ്ണന്റെ തുടകളിൽ നിന്ന് ലീലാ സരോവരവും പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് സ്വർണ്ണപ്രഭയാൽ ശോഭിക്കുന്ന ഭൂമി രൂപം കൊണ്ടു. ഉദരത്തിലെ രോമാവലികളിൽ നിന്ന് വിശാലമായി പടർന്ന മാധവീ ലതകളും ഉണ്ടായി. ആ ലതകളിൽ നിന്ന് വിവിധ തരത്തിലുള്ള പക്ഷികൾ പറന്നുയർന്ന് മധുരമായ കളകളാരവം മുഴക്കി. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉദ്ഭവിച്ച അനേകം താമരപ്പൂക്കൾ ഗോലോകത്തിലെ സരോവരങ്ങളിൽ ശോഭിച്ചു. ഭഗവാന്റെ ത്രിവലി പ്രദേശത്തുനിന്ന് മന്ദഗതിയിൽ വീശുന്ന ശീതളസമീരണം ഉദ്ഭവിച്ചു. ചുമൽ ഭാഗങ്ങളിൽ നിന്ന് വൈകുണ്ഠം, മധുര, ദ്വാരക എന്നീ ദിവ്യപുരികൾ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ഭുജങ്ങളിൽ നിന്ന് ശ്രീതാമാവ് മുതലായ 8 പാർഷദന്മാരും ഉദ്ഭവിച്ചു. മണിബന്ധങ്ങളിൽ നിന്ന് നന്ദന്മാരും, കൈകളുടെ അറ്റങ്ങളിൽ നിന്ന് ഉപനന്ദന്മാരും, ഭുജങ്ങളുടെ മൂലഭാഗങ്ങളിൽ നിന്ന് വൃഷഭാനുമാരും, രോമങ്ങളിൽ നിന്ന് ഗോപഗണങ്ങളും ഉണ്ടായി. ശ്രീകൃഷ്ണന്റെ മനസ്സിൽ നിന്ന് പശുക്കളും കാളകളും ഉദ്ഭവിച്ചു. ഭഗവാന്റെ ബുദ്ധിയിൽ നിന്ന് പുല്ലാദികളും അവയ്ക്ക് ആവശ്യമായ മറ്റു അനുഗ്രഹവസ്തുക്കളും പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ഇടത്തെ ചുമലിൽ നിന്നുണ്ടായ തേജസ്സിൽ നിന്നും ലീല, ശ്രീ, ഭൂ, വിരജ എന്നീ സഖിമാരും അവരെപ്പോലെയുള്ള മറ്റു പ്രിയമാരും ഉണ്ടായി. ഭഗവാന്റെ പ്രിയതമയായ ശ്രീരാധ തന്നെയാണ് ലീലാവതി അഥവാ ലീല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രീരാധയുടെ ഭുജങ്ങളിൽ നിന്നാണ് വിശാഖയും ലളിതയും എന്നീ സഖിമാർ ഉദ്ഭവിച്ചത്. രാധയുടെ സഹചാരികളായ മറ്റു ഗോപികമാർ രാധയുടെ രോമങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ചു. ഇപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോലോകധാമത്തിന്റെ സൃഷ്ടി നിർവഹിച്ചു. തുടർന്ന് തന്റെ പരമപ്രിയായ രാധയോടൊപ്പം ഭഗവാൻ ആ ദിവ്യധാമത്തിൽ ആനന്ദപൂർവ്വം വിഹരിച്ചു. അങ്ങനെ ഒരു ദിവസം തന്റെ ഹൃദയവല്ലഭനായ ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് രാധ ഇപ്രകാരം പറഞ്ഞു, ജഗത്പദേ, എന്റെ പ്രേമത്താൽ അങ്ങ് പ്രസന്നനാണെങ്കിൽ ദയവായി എന്റെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റിത്തന്നാലും. രാധയുടെ പ്രേമത്താൽ പ്രസന്നനായ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, പ്രിയേ, നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നോട് പറഞ്ഞാലും. അതിനുത്തരമായി രാധ വൃന്ദാവനത്തിൽ യമുനാ തീരത്ത് ഒരു ദിവ്യനികുഞ്ചത്തിന്റെ പാർശ്വഭാഗത്തായി രാസരസത്തിന് യോഗ്യമായ ഒരു ഏകാന്ത സ്ഥലം ഒരുക്കിത്തരണമെന്നു ഭഗവാനോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് അത്തരത്തിലുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് ഭഗവാൻ ചിന്തിച്ചുകൊണ്ടിരിക്കെ ശ്രീകൃഷ്ണന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ദിവ്യതേജസ് ഉദ്ഭവിച്ചു. ആ ദിവ്യതേജസ് രാസഭൂമിയിൽ പർവ്വതരൂപമായി വളർന്നു. രത്നങ്ങളും ധാതുക്കളും കൊണ്ട് സമ്പന്നമായ ആ പർവ്വതത്തിൽ അരുവികളും ഗുഹകളും അത്ഭുതകരമായി ശോഭിച്ചു. കദംബം, ബകുളം, അശോകം തുടങ്ങിയ വൃക്ഷങ്ങളും മനോഹരമായ ലതാജാലങ്ങളും ആ പർവ്വതത്തിന്റെ ശോഭ വർദ്ധിപ്പിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് ആ പർവ്വതം 1,00,000 യോജന വിസ്തൃതിയുള്ളതും 100 കോടി യോജന ഉയരമുള്ളതുമായ മഹാപർവ്വതമായി മാറി. ചിലർ അതിനെ ഗോവർദ്ധനം എന്നും മറ്റു ചിലർ ശതശൃംഗം എന്നും വിളിച്ചു. ഇത് കണ്ട ഗോലോകവാസികൾ ഭയപ്പെട്ടു. അപ്പോൾ ഭഗവാൻ തന്റെ കൈകൊണ്ട് ആ പർവ്വതത്തെ സ്പർശിച്ച് അതിന്റെ വളർച്ച നിർത്തി. ആ പർവ്വതത്തെ കണ്ടപ്പോൾ ശ്രീരാധ അത്യന്തം സന്തോഷിച്ചു. തുടർന്ന് അതിലെ ശാന്തവും ഏകാന്തവുമായ സ്ഥാനങ്ങളിൽ രാധാദേവി ശ്രീകൃഷ്ണനോടൊപ്പം ആനന്ദപൂർവ്വം വിഹരിച്ചു. ഇപ്രകാരം ഗിരിരാജനായ ഗോവർദ്ധനം സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ പ്രേരണയാൽ ബ്രജമണ്ഡലത്തിൽ എത്തിച്ചേർന്നു. മേഘശ്യാമവർണ്ണമുള്ള ഈ പർവ്വതം ദേവന്മാർക്കുപോലും അത്യന്തം പ്രിയപ്പെട്ടതാണ്. ഭാരതത്തിന്റെ പശ്ചിമദിശയിൽ സ്ഥിതി ചെയ്യുന്ന ശാൽമല ദ്വീപിന്റെ മധ്യഭാഗത്ത് ദ്രോണാചലന്റെ പത്നിയുടെ ഗർഭത്തിൽ നിന്നാണ് ഗോവർദ്ധനം ജനിച്ചത്. പിന്നീട് പുലസ്ത്യ മഹർഷി ഗോവർദ്ധനനെ ഭാരതത്തിലെ വ്രജമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു. ഈ പർവ്വതം വൈകുണ്ഠത്തിൽ വളരുന്നതുപോലെ ഭൂമിയിലും വളർന്നാൽ അത് ഭൂമിക്ക് വലിയ ഭാരമായി തീരും. അതിനാലാണ് പുലസ്ത്യ മഹർഷി
ഗോവർദ്ധനന്റെ ഉയരം പ്രതിദിനം കുറയട്ടെ എന്ന് ശപിച്ചത്. ഇവിടെ മൂന്നാം ഖണ്ഡത്തിലെ 9-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.